എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഡോക്കിങ്ങും നമ്മുടെ അസുറയും അവർ രണ്ടുപേരും അങ്ങനെ ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. വമ്പൻ ആയുധങ്ങളൊക്കെ കയ്യിലെടുത്ത് അവരിപ്പോൾ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. കിങ് ഡോഗ് ആണെങ്കിൽ ആസുരയെ നമ്മുടെ ആൾക്കാരുടെ ടീമിലേക്ക് ഒരു ടീംമേറ്റിനെ പോലെ ക്ഷണിച്ചു. പക്ഷെ അവനാണെങ്കിൽ ആ ഒരു ഇൻവിറ്റേഷൻ സ്വീകരിക്കാതെ ഇപ്പൊ ഡോഗുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവരുടെ ഫൈറ്റ് അത് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. അവരുടെ ചില അറ്റാക്ക് ചുറ്റുമുള്ളവരുടെ നേർക്ക് പോവും. അത് അവിടെ സാമുറായി പെണ്ണ് അവളാണെങ്കിൽ ഈസി ആയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്ത് അവിടെ നിന്ന് മാറ്റിവിടും. ഡോക്കിങ് ആണെങ്കിൽ ഫൈറ്റ് ചെയ്യുമ്പോഴും മാക്സിമം അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ഞങ്ങൾ പറയുന്നത് കേൾക്ക്, നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ആ മെയിൻ വില്ലനായ കൈഡോയെയും ബാക്കിയുള്ള എല്ലാവരെയും തോൽപ്പിച്ച് ഈ വാനോ കിങ്ഡം അത് നമുക്ക് തിരികെ പിടിക്കാം. നീയും പണ്ട് ഓഡന്റെ വലിയൊരു അസിസ്റ്റന്റ് ആയിരുന്നില്ലേ? നിനക്ക് ഓഡനോട് ഒരുപാട് കടപ്പാടില്ലേ? ഓഡന്റെ ഐലാൻഡ് അത് തിരികെ പിടിക്കാനും അവന്റെ മകൻ മൊമന്റോസ്കിക്ക് രാജ്യഭരണം അത് ഏൽപ്പിച്ചു കൊടുക്കാനും ഈ ഐലാൻഡിലെ സാധാരണക്കാരുടെ കഷ്ടപ്പാട് അതില്ലാതാക്കാനുമാണ് ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വന്നത്. നമുക്കിപ്പോൾ അതിനായി ഒരു വലിയ പട തന്നെയുണ്ട്. സ്ട്രോഹാർ ലൂഫിയും ട്രഫാർഗർ ലോയും ചേരുന്ന ഒരു വലിയ പട. കേട്ട് അഷൂർ ആണെങ്കിൽ ഇപ്പൊ പഴയ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ആലോചിക്കും. ഓഡനുമായിട്ട് സ്പെൻഡ് ചെയ്ത ഹാപ്പി മൊമെന്റ്സ് കാര്യങ്ങളെല്ലാം ഓർത്ത് അഷൂർ തീർത്ത് പറയും. എന്നെ കൊണ്ട് പറ്റില്ല. ഓഡൻ ഉണ്ടായിരുന്നപ്പോ ആരും തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനോ രക്ഷിക്കാനോ ഉണ്ടായില്ല. ഇപ്പോൾ ഓടനില്ല. ഈ ഒരു അയലാൻഡിന്റെ ഗതി അത് ഈ അവസ്ഥയിലേക്കായി. സോ എനിക്ക് ഒരിക്കലും നിങ്ങളോടൊപ്പം ചേരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ റെസ്റ്റ് എടുക്കാതെ അച്ചറം പൊച്ചറം ഡോഗ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. മറ്റാണെങ്കിൽ വേറെ ലെവലിലേക്ക് പോകുന്നു മനസ്സിലാക്കിയ കിന്നാണെങ്കിൽ അവരുടെ ഫൈറ്റ് അത് അവസാനിപ്പിക്കും. അഷുറാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോവാണ്. അത് കണ്ട് സാമുറായി പെണ്ണ് അവളങ്ങനെ വിളിച്ചു പറയും, അഷുറ, നിന്നിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒത്തുകൂടിയത്. പക്ഷെ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. അതിനവനാണെങ്കിൽ അവളെ തിരിഞ്ഞു നോക്കി, ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് ഓടനെ രക്ഷിക്കാനായിട്ട്. പക്ഷെ അന്ന് ആരും എന്നോടൊപ്പം ഉണ്ടായില്ല. ഇപ്പം ഞാൻ പഴയ അഷുറ അല്ല, ഒരു കള്ളനാണ്, കള്ളന്മാരുടെ നേതാവാണ്. എന്നെ കൊണ്ട് ഇതിന് സാധിക്കില്ല. ഓർഡനാണെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അവന്റെ മകന് വേണ്ടിയോ അവന്റെ അസിസ്റ്റൻസിന് വേണ്ടിയോ എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അവൻ തീർത്ത് പറയും. കിന്നിനാണെങ്കിൽ അവൻ പറയുന്നതെല്ലാം കേട്ട് വല്ലാത്തൊരു അത്ഭുതം തോന്നും. കാരണം പണ്ട് അവൻ ചിന്തിച്ചതുപോലെയാണ് കിന്നൻ ചിന്തിച്ചിരുന്നത്. ഉടനെ ഫുൾ കലിപ്പില് കിന്നാണെങ്കിൽ അടിച്ചു പറയും, നീ ഞങ്ങളോടൊപ്പം ചേരുന്നത് വരെ തീർച്ചയായിട്ടും ഈ പോരാട്ടം അത് മുന്നോട്ടേക്ക് പോവും. അതിനവനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോകും. കറക്റ്റ് സമയത്ത് ഇപ്പൊ റൈസോ അവിടേക്ക് വരികയാണ്. റൈസോ ആണെങ്കിൽ അവരോട് പറയും, ലൂഫി അവൻ എവിടെയാണുള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഈ ഒരു ഐലാൻഡിലെ ആ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അവിടെ പ്രിസണിൽ അവൻ അടച്ചിട്ടിരിക്കുകയാണ്. എത്രയും വേഗം അവിടേക്ക് പോയി ലൂഫിയെ രക്ഷിക്കണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ വയലറ്റ് പെണ്ണിനെ കാണിക്കും. ഒരുപാട് ഡോക്ടേഴ്സ് എല്ലാം ചേർന്ന് അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവളെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. വയലറ്റിനാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളുടെ ജീവന് യാതൊരു കുഴപ്പമില്ല. അവൾ കണ്ണു തുറന്ന് കൈഡോയെ കണ്ടതും സ്പീഡ് പെണ്ണ് അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കൈഡോയെ അറ്റാക്ക് ചെയ്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരോട് പറയാണ്. അവർക്കാണെങ്കിൽ കത്ത് കേട്ട് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. കാരണം സ്പീഡ് അവൾ ആ എനിമി ടീമിന്റെ ആളാണ്. അവളെങ്ങനെ ഇവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ചിന്തിച്ച് അവരെങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പരസ്പരം അങ്ങനെ നോക്കി നിൽക്കും. വയലറ്റ് പെണ്ണാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കുറിച്ച് ചോദിക്കും. അതിനവരാണെങ്കിൽ ലൂഫിക്ക് സംഭവിച്ച കാര്യങ്ങൾ അത് അവളോട് പറയാണ്. അവൾക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരുപാട് പേടിയും വിഷമവും ഒക്കെ തോന്നും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ വാനോ കിൻഡത്തിന്റെ ഓരോ ഭാഗവും അങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ലൂഫിയെ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രിസൺ കാണിക്കും. അവിടേക്ക് റൈസോ ആണെങ്കിൽ നൈസായിട്ട് കയറി പറ്റിയിരിക്കുകയാണ്. അതേസമയം പ്രിസണിൻ്റെ അകത്ത് നമ്മുടെ ലൂഫി അവനും മറ്റ് പ്രിസണേഴ്സിനെ പോലെ തന്നെ അവിടെ ഹാർഡായിട്ടുള്ള ജോലിയൊക്കെ ചെയ്ത് തുച്ഛമായിട്ടുള്ള ഇതൊക്കെ കഴിച്ച് അങ്ങനെ അവൻ്റെ സമയമൊക്കെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവന് കിട്ടിയ ആ കുറച്ച് ഫുഡ് അത് ആർത്തിയോടെ കഴിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ആ യൂസ്ലെസ് കിഡ് അവൻ വലിയൊരു സ്റ്റോണുമായി അവിടേക്ക് കടന്നു വന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് താഴേക്ക് തട്ടിയിടുക. അതുകൊണ്ട് ഒരുപാട് വിഷമത്തിൽ അവനങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ സിറ്റിയിൽ ഇപ്പൊ നമ്മുടെ സാഞ്ചി ആണെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും രുചികരമായിട്ടുള്ള ന്യൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. നമ്മുടെ ആൾക്കാരും ജനങ്ങളും അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ആ ന്യൂഡിൽസ് കഴിക്കും. അപ്പോഴായിരിക്കും ഏതോ ഒരുത്തൻ ന്യൂസ് പേപ്പറുമായിട്ട് അവിടേക്ക് ഓടിയെത്തുക. ആ ന്യൂസ് പേപ്പറിൽ ഒരു സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ടാവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ലൈറ്റ് ഒരു അപ്പാപ്പനാണെങ്കിൽ ഒറ്റയ്ക്ക് ലൈറ്റൊക്കെ എടുത്ത് അങ്ങനെ മുൻപോട്ടേക്ക് നടക്കുകയാണ്. അടുത്ത നിമിഷം വീഴാണ് ആളുടെ ദേഹത്തൊരു വെട്ട്. ആരോ ഒരാള് അവനെ അച്ചറം പൊച്ചറം വെട്ടും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ആ സീരിയൽ കില്ലർ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത വീണ്ടും സിറ്റിയിലെ ജനങ്ങളെ കാണിക്കും. ആ ന്യൂസ് പേപ്പറുമായിട്ട് വന്നവൻ
ആ സീരിയൽ കില്ലറിന് ശേഷം ഒരു സീരിയൽ കള്ളനെ കുറിച്ചുള്ള സ്റ്റോറി അവരോട് പറയാണ്. ഇവൻ ആരെയും കൊല്ലൊന്നുമില്ല, പക്ഷേ ഇവൻ വലിയൊരു മോഷ്ടാവാണ്. പക്ഷെ സാധാരണക്കാരുടെയോ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെയോ പണമോ അസറ്റ്സോ ഒന്നും തന്നെ അല്ല അവൻ മോഷ്ടിക്കുക. പണക്കാരും വലിയ വലിയ ആളുകളുടെയാണ് പണവും സ്വത്തുക്കളും എല്ലാം തന്നെ അവൻ കവർന്നെടുക്കുന്നത്. അവൻ മോഷ്ടിച്ച സാധനങ്ങളെല്ലാം തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് അവൻ വിതരണം ചെയ്യും. അപ്പൊ അതേസമയം മറ്റൊരു ഭാഗത്ത് ഒരു വലിയ സാമുറായി അങ്ങനെ ഹായ് ആയിട്ട് നടന്നു പോവാണ്. ആളുടെ കാലിലും ആ മൂണിന്റെ സൈനുണ്ട്. നമ്മുടെ ഉത്സവപ്പാണെങ്കിൽ അത് നോട്ട് ചെയ്ത് കൂളായിട്ട് ആളുടെ അടുത്തൂടെ അങ്ങനെ കടന്നു പോകും. ആൾക്കാണെങ്കിൽ ആളുടെ പോക്കറ്റിൽ എന്തോ ഒന്ന് കിടക്കുന്നു, എന്തോ ഒന്ന് ആരോ നിക്ഷേപിച്ചായിട്ട് തോന്നും. ആള് പോക്കറ്റിൽ കൈയിട്ട് നോക്കും. അപ്പം അവൻ കാണും ആ ഒരു മോൺ സിമ്പൽ നോട്ടീസ്. അവനാണെങ്കിൽ ആ നോട്ടീസ് കണ്ട് ഷോക്കാവും. അവനാണെങ്കിൽ ടെൻഷനായിട്ട് ചുറ്റും നോക്കും. സസ്പീഷ്യസ് ആയിട്ട് ആരെയും അവന് കാണാനായിട്ട് കഴിയില്ല. ഉസോപ്പ് മാത്രമല്ല, അവനോടൊപ്പം ട്രഫാർഗറിലോട് അസിസ്റ്റൻസും ഈ ഒരു ഉദ്യമത്തിൽ പങ്കുചേരുന്നുണ്ട്. എല്ലാവരും നൈസായിട്ട് ആ മോണിന്റെ സിമ്പൽ ഉള്ളവർക്ക് ഈ ഒരു നോട്ടീസ് കൈമാറും. നോട്ടീസ് കിട്ടിയവർക്കെല്ലാം തന്നെ ഭയങ്കര അത്ഭുതം. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ കരുതിയതുപോലെ തന്നെ ആ ഒരു ടീം എത്തിയിരിക്കുകയാണ്. പക്ഷെ അതിൽ ചിലർക്കാണെങ്കിൽ ഭയങ്കര സംശയം, ഒരു പക്ഷേ ഇതൊരു സ്കാം ആയിരിക്കുമോ, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അവരങ്ങനെ പരസ്പരം കൺഫ്യൂസ്ഡ് ആയിട്ട് സംസാരിക്കും. പക്ഷേ എന്ത് വന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു അടിമ ജീവിതത്തിൽ മുൻപോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ പ്രതിരോധിക്കാൻ തയ്യാറായിട്ട് നിൽക്കും. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് മറ്റൊന്നുമല്ല, അവർക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് നല്ല ആയുധങ്ങളില്ല. അത് കണ്ടെത്തണം. എങ്കിൽ മാത്രമേ അത്രയും പവർഫുള്ളായ എതിരാളികളുടെ അടുത്ത് അവരെ കൊണ്ട് മല്ലിട്ട് നിൽക്കാൻ കഴിയൂ. അത് മാത്രമല്ല, അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. മുൻപ് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഒരുപാട് സെന്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ വന്നതിന് ശേഷം ആ ട്രെയിനിങ് സെന്റേഴ്സ് എല്ലാം തന്നെ ക്ലോസ് ചെയ്യിപ്പിച്ചു. സാമുറായികൾക്കല്ലാതെ ബാക്കി ആർക്കും ട്രെയിനിങ് എടുക്കാനോ ആയുധങ്ങൾ ഇതിൽ സൂക്ഷിക്കാനോ യാതൊരു അനുവാദവും കൊടുത്തിരുന്നില്ല. അവിടെയുള്ള സിവിലിയൻസിനെ വെറും സ്ലേവ്സ് ആയിട്ട് മാത്രമാണ് അവൻ കൺസിഡർ ചെയ്തത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ പ്രസൻ കാണിക്കും. ലൂഫി ആണെങ്കിൽ കഷ്ടപ്പെട്ട് വലിയ സ്റ്റോണൊക്കെ ചുമന്ന് നടക്കുകയാണ്. അതേസമയം ഒറോച്ചിയുടെ മാൻഷനിൽ ഡിസ്കഷൻ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോകും. ദൂരത്തായിട്ട് നമ്മുടെ ഉണ്ടപ്പെണ്ണ് സാമുറായും നാമിയും അവർ രണ്ടുപേരും അവിടെ സ്പൈ വർക്ക് ചെയ്യുകയാണ്. ഉണ്ടപ്പെണ്ണാണെങ്കിൽ സ്പൈ വർക്കിൽ അഗ്ര കണ്ണിയാണ്. സോ അതുകൊണ്ട് തന്നെ അവളുടെ പവർ ഉപയോഗിച്ച് ആ ബിൽഡിങ്ങിൽ ഒരു ദ്വാരം ഉണ്ടാക്കും. അതിനുശേഷം അവർ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് അവിടെയും ചെറിയൊരു ദ്വാരം ഇട്ട് നാമിയോട് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പറയും. അടുത്ത നിമിഷം വില്ലന്മാരാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ രണ്ട് ലേഡീസിനെയും കണ്ടുപിടിക്കും. അവര് ഒരു സ്ക്വാഡ് എടുത്ത് ആ റൂഫിൽ ആഞ്ഞു വെട്ടുകയാണ്. ഉണ്ടപ്പെണ്ണാണെങ്കിൽ അത് കണ്ട് നിലവിളിക്കും. നാമി അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഉഷാറായിട്ട് ഓടും. നാമി ആണെങ്കിൽ അവളുടെ വാ പൊത്തിപ്പിടിച്ച് അവളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ നിർത്താതെ നിലവിളിച്ച് കൊണ്ടേയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു കിങ്ങിനെയും ക്വീനെയും കാണിക്കും. അവർ രണ്ടുപേരും ജാക്കിനോട് ദേഷ്യപ്പെടുകയാണ്. കാരണം ചുങ്കപ്പണം അതിപ്പോൾ ജാക്ക് കൊണ്ടുവരുന്നത് വളരെ കുറവാണ്. ജാക്കാണെങ്കിൽ ആ കിങ്ങിനെയും ക്വീനെയും അങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.